അപ്പം നമ്മൾ ഇന്നൊരു മട്ടൻ അലീസ ഉണ്ടാക്കാൻ പോകുക കേട്ടോ. കൊണ്ടുവന്ന് വെച്ചിട്ട് കുറേ ദിവസമായി. അപ്പം ഞാൻ നല്ലോണം അത് കഴുകി വരട്ടെ. നമ്മൾ ഗോതമ്പ് ഇതിലേക്ക് ഇടുക കേട്ടോ. ഉരുളിയിൽ വെക്കുന്നു. ഉരുളിയിൽ വെച്ച് ഇറക്കാനൊക്കെ അതിൻ്റെ കൂടെ പട്ട, ഏലക്കായി, ഉള്ളി, വെളുത്തുള്ളി, ഗ്രാമ്പു എല്ലാം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വെള്ളം ഒഴിക്കുക കേട്ടോ. വെള്ളം നല്ല വെക്കണം, അത് നല്ല വേവുണ്ടാവും. അതിൻ്റെ കൂടെ 1/4 കിലോ മട്ടനാട്ടത്. ഇപ്പോൾ മട്ടനും ഇട്ടിട്ട് വെള്ളം നല്ല ഒഴിക്കുക, വേവിക്കാൻ വെക്കുക കേട്ടോ. അടുപ്പത്താട്ട വെക്കുന്ന അടുപ്പത്ത് വെച്ചിട്ട് നല്ല വേവിക്കുക. ഇറക്കാനായിട്ടോ ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കലുണ്ട്. വെന്ത് ഇങ്ങനെ ഇടി പിടിക്കുകയോ അതിൻ്റെ മുന്നേ ഇറക്കി വെക്കുക, എന്നിട്ട് ചെയ്യാം. അപ്പം ഞാൻ അതിലേക്കുള്ള ഉള്ളി വറുക്കുക കേട്ടോ. വലിയ ഉള്ളി നല്ലോണം വറുത്ത്, ഉള്ളി വറുത്ത്, അണ്ടിപ്പരിപ്പ് ഇതാ വറുത്ത് വെച്ചിട്ടുണ്ട്, മുന്തിരിയും. അപ്പോൾ കേട്ടോ ഞാൻ തേങ്ങാപ്പാൽ വെച്ച്, എന്നിട്ട് തേങ്ങാപ്പാൽ വെച്ച് 1 പാൽ വെച്ചിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഒന്നും കൂടെ ഇതാക്കിയെടുക്കാം. ഇത് 1/2 കിലോന് ഇത് പിന്നെ ഗോതമ്പ് വാങ്ങിയിട്ട് 1/2 കിലോൻ്റെ പകുതിയേ എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നല്ല ഉണ്ട് വെച്ചിട്ട്. മഴയുണ്ട്, നല്ല മഴയാണ്. മഴയത്തപ്പം നല്ല രസമല്ലേ അലീസയൊക്കെ തിന്നാൻ. തീ കത്തുന്നു. അപ്പം നമ്മൾ പകുതി അരച്ചതാട്ടോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇരുന്ന് വടിച്ച് തിന്നാൻ കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണ്ട് കഴിഞ്ഞ്. അപ്പം നല്ല കൂട്ടി കൊടുക്കുക. ഇതിലിതൊന്ന് കഴുകിയിട്ട് 2 പാൽ വെച്ച് കൊടുക്കട്ടെ. ഒന്നാം പാൽ ഞാൻ മറന്നത്. പാൽ വെച്ച് കൊടുക്കുക. ഇരുന്ന് കുറുകുന്നത്. നമ്മളിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. എല്ലാം ഇതൊന്ന് തിന്ന് നല്ല രസമായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി. മഴക്കാലത്ത് നല്ലതാണ്. എല്ലാവരും ഉണ്ടാക്കി തിന്ന് നോക്കിയിട്ടോ. അതിൻ്റെ അഭിപ്രായം വരും.